എല്ലാവർക്കും നമസ്കാരം. ശരത് സാറാണ്. കീം എക്സാമിന് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു എക്സ്ക്ലൂസീവ് വീഡിയോ ആണിത്. നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആവുന്ന എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ പ്രീവിയസ് ചോദിച്ചതും ഇപ്രാവശ്യം നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതുമായ ക്വസ്റ്റ്യൻസ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. സോ അപ്പോൾ നല്ല പവറായിട്ട് അടിപൊളിയായിട്ട് പഠിക്കുക. ഓക്കെ, സോ അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. The domain of the function f given by f of x equal to root of x minus 1. സാധാരണ നമ്മൾ കീം എക്സാമിന് പ്രതീക്ഷിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്, 100% പ്രതീക്ഷിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് ഡൊമൈൻ കണ്ടുപിടിക്കാൻ. പ്രധാനമായിട്ട് രണ്ട് രീതിയിലാണ് അത് ചോദിക്കാറ്. ഒന്നില്ലെങ്കിൽ ഒരു ഫ്രാക്ഷൻ തന്നിട്ട് ചോദിക്കും, അല്ലെങ്കിൽ റൂട്ടിനുള്ളിൽ ഒരു ഫംഗ്ഷൻ തന്നിട്ട് ചോദിക്കും. ഓക്കെ, റേഞ്ച് കണ്ടുപിടിക്കാൻ പല രീതിയിലും ക്വസ്റ്റ്യൻ വരാറുണ്ട്. പക്ഷേ ഡൊമൈൻ പ്രധാനമായും ഈ രണ്ട് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക ഫംഗ്ഷൻ്റെ കേസിൽ. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കിനും നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? റൂട്ട് വരുമ്പോൾ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവം? ആ ഫംഗ്ഷനിലേക്ക് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് ആണ്. അപ്പോൾ അങ്ങനെ വാല്യൂസ് കൊടുക്കുമ്പോൾ ആ റൂട്ടിനുള്ളിൽ നെഗറ്റീവ് വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നെഗറ്റീവ് വന്നാൽ അതൊരു നോട്ട് ഡിഫൈൻഡ് കണ്ടീഷനിലേക്ക് അഥവാ നോൺ റിയലിലേക്ക് മാറും, അതൊരു കോംപ്ലക്സ് നമ്പറിലേക്ക് വഴുതി മാറും. സോ അങ്ങനെ സംഭവിക്കരുത്, റിയലിൽ തന്നെ നിർത്തണം. അപ്പോൾ റൂട്ടിനുള്ളിൽ നെഗറ്റീവ് വരാൻ പാടില്ല. ദാറ്റ് ഈസ് അവർ ഫസ്റ്റ് കണ്ടീഷൻ. പിന്നെ ഫ്രാക്ഷൻ വരുന്ന കേസിലാണെങ്കിൽ ഡിനോമിനേറ്റർ 0 വരാൻ പാടില്ല. റൂട്ട് വരുന്ന കേസിലാണെങ്കിൽ റൂട്ടിനുള്ളിൽ നെഗറ്റീവ് വരാൻ പാടില്ല. ഫ്രാക്ഷൻ വരുന്ന കേസിലാണെങ്കിൽ ഡിനോമിനേറ്ററിൽ 0 വരാൻ പാടില്ല. കാരണം ഡിനോമിനേറ്റർ 0 വന്നാൽ ഡിവിഷൻ ബൈ 0 ഇൻഫിനിറ്റി ആവും, അഥവാ നോട്ട് ഡിഫൈൻഡ് അഥവാ അനന്തത എന്നൊക്കെ പറയുന്ന ആ ഒരു ഉത്തരവാണ് കിട്ടുക. സോ അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഫ്രാക്ഷൻ വരുമ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഡിനോമിനേറ്റർ 0 ആവാൻ പാടില്ല. ഡിനോമിനേറ്റർ 0 ആവുന്ന വാല്യൂസിനെ റിയൽ നമ്പേഴ്സിൽ നിന്ന് മൈനസ് ചെയ്ത് കളയുന്നതാണ് ഡൊമൈൻ. റൂട്ട് വരുന്ന കേസിൽ ശ്രദ്ധിക്കേണ്ടത് റൂട്ടിനുള്ളിൽ നെഗറ്റീവ് വരാൻ പാടില്ല. ഓക്കെ, സോ ഹിയർ നമ്മുടെ ഫംഗ്ഷൻ ആരാണ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു, ശ്രദ്ധിക്കുക, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താണ്? റൂട്ട് ഓഫ് എക്സ് മൈനസ് 1. റൂട്ടിനുള്ളിൽ ഉള്ള ആൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം, അല്ലേ? നെഗറ്റീവിലേക്ക് പോകരുത്. സോ ഹിയർ റൂട്ടിനുള്ളിൽ ആളാരാണ്? എക്സ് മൈനസ് 1 ആണ്. സോ എക്സ് മൈനസ് 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. അവിടുന്ന് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആവും. അതായത് എക്സ് ബിലോങ്സ് ടു 1 മുതൽ പോസിറ്റീവ് ഇൻഫിനിറ്റി വരെ. ഇൻഫിനിറ്റി ഈസ് ഓൾവേസ് ഓപ്പൺ ബ്രാക്കറ്റ്. സോ ഇവിടെ 1 ഇൻക്ലൂഡിങ് ആയതുകൊണ്ട്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഉള്ളതുകൊണ്ട് നമ്മൾ ക്ലോസ്ഡ് ബ്രാക്കറ്റാണ് യൂസ് ചെയ്യേണ്ടത്. സോ ക്ലോസ്ഡ് ഇൻ്റർവൽ 1 to ഇൻഫിനിറ്റി ആണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഡൊമൈൻ എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ സി, ക്ലോസ്ഡ് ഇൻ്റർവൽ 1 to ഇൻഫിനിറ്റി ആണ് ആൻസർ വരിക. റൂട്ട് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് റൂട്ടിനുള്ളിൽ നെഗറ്റീവ് വരരുത്. പിന്നെ ഫ്രാക്ഷൻ ആണെങ്കിൽ ഒരു ഫ്രാക്ഷൻ്റെ ഉദാഹരണം കൂടെ കാണിക്കുക. ഇപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 2 ബൈ എക്സ് മൈനസ് 3 എന്നൊക്കെ പറഞ്ഞു വരികയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഡൊമൈൻ എന്താണ്? നമുക്കറിയാം എക്സിൻ്റെ പ്ലേസിൽ 3 വരാൻ പാടില്ല. 3 വന്നാൽ 3 മൈനസ് 3 ആവും, ശരിയല്ലേ? ആ ഡൊമൈൻ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഈ ഡിനോമിനേറ്ററിനെ അങ്ങ് ആദ്യമേ 0യുമായിട്ട് ഇക്വേറ്റ് ചെയ്യുക. അതായത് എക്സ് മൈനസ് 3 ഈക്വൽ ടു 0, അവിടുന്ന് എക്സ് ഈക്വൽ ടു 3 കിട്ടും. അപ്പോൾ ഈ എക്സ് ഈക്വൽ ടു 3 കൊടുത്താൽ ഡിനോമിനേറ്റർ 0 ആയി പോകും. അപ്പോൾ ആ ഒരു കേസിൽ ഡൊമൈൻ എഴുതണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഡൊമൈൻ എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സിൽ നിന്ന് ഈ 3നെ മൈനസ് ചെയ്ത് കളയണം. ഇതാണ് നമ്മുടെ ഡൊമൈൻ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫ്രാക്ഷൻ വരുമ്പോൾ ഡിനോമിനേറ്റർ 0 ആവാൻ പാടില്ല. റൂട്ട് വരുമ്പോൾ റൂട്ടിനുള്ളിൽ നെഗറ്റീവ് വരാൻ പാടില്ല. ഈ രീതിയിലാണ് ഡൊമൈൻ എഴുതുക. നോക്കി വയ്ക്കുക കേട്ടോ, പരീക്ഷയ്ക്ക് പ്രയോജനപ്പെടും. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കയറാം. കോമ്പോസിഷനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് -2x² + 1, ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് 4x - 3. നമുക്ക് ജി കോമ്പോസിഷൻ എഫ് ഓഫ് -1 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സിൻ്റെ ഫോർമുല എന്താണ്? ജി ഓഫ് എഫ് ഓഫ് എക്സ് ആണ്. ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സിൻ്റെ ഫോർമുല എന്താണ്? ജി ഓഫ് എഫ് ഓഫ് എക്സ് ആണ്. സോ ജി ഓഫ് എഫ് ഓഫ് എക്സിന് പകരം ആരെ കൊടുക്കുക? അതാണ്ട് എഫ് ഓഫ് എക്സ് നമ്മുടെ കയ്യിലുണ്ട് -2x² + 1. എഫ് ഓഫ് എക്സിൻ്റെ പ്ലേസിൽ -2x² + 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, സോ നമ്മുടെ കയ്യിൽ ജി ഓഫ് എക്സ് ഉണ്ട്. ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? 4x - 3 ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ജി ഓഫ് -2x² + 1 ആണ് കണ്ടുപിടിക്കേണ്ടത്, ശരിയല്ലേ? സോ ജി ഓഫ് എക്സിൽ ഈ എക്സ് മാറി -2x² + 1 ആയി. അപ്പോൾ ജി ഓഫ് എക്സിൻ്റെ ഉത്തരത്തിലും ഈ എക്സിനെ മാറ്റി നമ്മൾ ആരാക്കണം? -2x² + 1 ആക്കണം. സോ അതാക്കുമ്പോൾ എന്താണ് വരിക? ജി ഓഫ് എക്സിൽ എക്സ് മാറ്റി ഞാൻ ആരാക്കുകയാണ്? 4 × ആ എക്സ് റീപ്ലേസ് ചെയ്തുകൊണ്ട് എന്താക്കണം?
-2x² + 1 ആക്കണം. ഓൾറെഡി അവിടെ എന്ത് കിടപ്പുണ്ട്? ഒരു -3 കിടപ്പുണ്ട്. ഓക്കെ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ -8x² + 4 - 3. സോ -8x², 4 - 3 എന്താണ്? 1. ഇതാണ് എന്തെന്ന് പറയുന്നത്? ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഈസ് അവർ ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ്. -8x² + 1. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ജി കോമ്പോസിഷൻ എഫ് ഓഫ് -1 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ജി കോമ്പോസിഷൻ എഫ് ഓഫ് -1 ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സിൽ ഈ എക്സ് മാറി -1 ആയി. അപ്പോൾ ഇവിടെയും എക്സ് മാറ്റി എന്താക്കണം? -1 ആക്കണം. അപ്പോൾ എന്താണ് വരിക? -8 ഇൻറ്റു -1ൻ്റെ സ്ക്വയർ + 1 -8 ഇൻറ്റു -1ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ +1 ആണ്, +1. സോ -8 + 1 ആൻസർ എന്താണ് വരിക? -7. സോ ഓപ്ഷൻ ഡി -7 ആണ് ആൻസർ വരിക. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ക്ലിയർ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതൊക്കെ സ്ഥിരം ആവർത്തിക്കപ്പെടുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നെക്സ്റ്റ് പ്രോബ്ലം. എ ആൻഡ് ബി ആർ 2 ഫൈനൈറ്റ് സെറ്റ്സ്. എയും ബിയും 2 ഫൈനൈറ്റ് സെറ്റുകളാണ്. n ഓഫ് a മൈനസ് ബി എന്ന് പറയുന്നത് 18 ആണല്ലേ. n ഓഫ് a മൈനസ് ബി ഈക്വൽ ടു 18. n ഓഫ് a മൈനസ് ബിയുടെ ഫോർമുല എന്താണ്? n ഓഫ് a മൈനസ് n ഓഫ് a ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു 18. ഫോർമുല എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. n ഓഫ് a മൈനസ് ബിയുടെ ഫോർമുല എന്താണ്? n ഓഫ് a മൈനസ് n ഓഫ് a ഇൻ്റർസെക്ഷൻ ബി. ഓക്കെ, സോ നമുക്ക് n ഓഫ് a ഇൻ്റർസെക്ഷൻ ബി തന്നിട്ടുണ്ട്. എന്താണ്? 25 ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. n ഓഫ് a മൈനസ് 25 ഈക്വൽ ടു 18. അവിടുന്ന് n ഓഫ് a ഈക്വൽ ടു 18 + 25. 8 5 13 3 ശിഷ്ടം 1 2 1 3 1 4 43 ആണ് ആൻസർ വരിക. n ഓഫ് a എന്ന് പറയുന്നത്. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? n ഓഫ് b ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, n ഓഫ് b കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് n ഓഫ് a യൂണിയൻ b നമുക്ക് തന്നിട്ടുള്ളത്. സോ n ഓഫ് a യൂണിയൻ b ഈക്വൽ ടു 70 തന്നിട്ടുണ്ട്. n ഓഫ് a യൂണിയൻ ബിയുടെ ഫോർമുല എന്താണ്? n ഓഫ് a പ്ലസ് n ഓഫ് b മൈനസ് n ഓഫ് a ഇൻ്റർസെക്ഷൻ b ഈക്വൽ ടു 70. ഈ ഫോർമുല എല്ലാവർക്കും അറിയാവുന്ന ഫോർമുലയാണ് എന്ന് വിചാരിക്കുന്നു. n ഓഫ് a യൂണിയൻ b എന്താണ്? n ഓഫ് a പ്ലസ് n ഓഫ് b മൈനസ് n ഓഫ് a ഇൻ്റർസെക്ഷൻ b. ഓക്കെ, അറിയാമെന്നുള്ള വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. n ഓഫ് എക്ക് പകരം ഞാൻ ആരെ കൊടുക്കുക? 43 ഇപ്പോൾ കണ്ടുപിടിച്ചു അല്ലേ. n ഓഫ് a എന്ന് പറയുന്നത് 43 പ്ലസ് n ഓഫ് b ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. മൈനസ് n ഓഫ് a ഇൻ്റർസെക്ഷൻ b 25 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഈക്വൽ ടു 70. ദെൻ ദ ഓൺലി അൺനോൺ ക്വാണ്ടിറ്റി ഈസ് n ഓഫ് b. ഇവിടുന്ന് n ഓഫ് b കണ്ടുപിടിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടുണ്ടോ? നമുക്ക് ചോദിച്ച ചോദ്യത്തിന് ഉത്തരവായില്ലേ? n ഓഫ് b ഈസ് ഈക്വൽ ടു എന്താണ് വരിക? 70 മൈനസ് 25 ഇപ്പുറം വരുമ്പോൾ പ്ലസ് 25 പ്ലസ് 43 ഇപ്പുറം പോകുമ്പോൾ മൈനസ് 43. സോ 5 7 2 9 മൈനസ് 43. 5ൽ നിന്ന് 3 പോയാൽ 2, 9ൽ നിന്ന് 4 പോയാൽ 5, 52. സോ ഓപ്ഷൻ എ 52 ആണ് ആൻസർ വരിക. ഓപ്ഷൻ എ 52 ആണ് ആൻസർ വരിക. n ഓഫ് b എന്ന് പറയുന്നത് എന്താണ്? 52. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. സോ അപ്പോൾ നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. നെക്സ്റ്റ് പ്രോബ്ലം. ഇൻ എ ഗ്രൂപ്പ് ഓഫ് 100 പേഴ്സൺസ്, 100 പേരുടെ ഒരു ഗ്രൂപ്പിൽ 80 പീപ്പിൾ ക്യാൻ സ്പീക്ക് മലയാളം. സോ n ഓഫ് മലയാളം എന്ന് പറയുന്നത് എത്ര പേരാണ്? 80 പേരാണ്. 60 ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്. സോ n ഓഫ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് എത്ര പേരാണ്? 60 പേരാണ്. ദെൻ ദ നമ്പർ ഓഫ് പീപ്പിൾ ഹൂ സ്പീക്ക് ഇംഗ്ലീഷ് ഓൺലി എന്നതാണ് ചോദ്യം. ഓക്കെ, n ഓഫ് ഇംഗ്ലീഷ് ഓൺലി എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. n ഓഫ് ഇംഗ്ലീഷ് ഓൺലി, അതായത് ഇംഗ്ലീഷിൽ നിന്നും ആരെ കുറച്ച് കളയണം? മലയാളത്തിനെ കുറച്ച് കളയണം. n ഓഫ് ഇംഗ്ലീഷ് മൈനസ് മലയാളമാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, n ഓഫ് ഇംഗ്ലീഷ് ഓൺലി എന്ന് പറഞ്ഞാൽ ആക്ച്വലി സ്പീക്കിംഗ് അതെന്താണ്? n ഓഫ് ഇംഗ്ലീഷ് മൈനസ് മലയാളമാണ്. n ഓഫ് ഇംഗ്ലീഷ് മൈനസ് മലയാളം ഫോർമുല എന്താണ്? n ഓഫ് ഇംഗ്ലീഷ് മൈനസ് n ഓഫ് ഇംഗ്ലീഷ് ഇൻ്റർസെക്ഷൻ മലയാളം. ശരിയല്ലേ? n ഓഫ് a മൈനസ് ബി ഫോർമുല ഇപ്പുറം പറഞ്ഞ സംഗതി. n ഓഫ് a മൈനസ് ബി എന്തായിരുന്നു? n ഓഫ് a മൈനസ് n ഓഫ് a ഇൻ്റർസെക്ഷൻ ബി. ശരിയല്ലേ? n ഓഫ് a മൈനസ് ബിയുടെ ഫോർമുല എന്താണ്? n ഓഫ് a
മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആണ്. എൻ ഓഫ് എ മൈനസ് ബി എന്താണ്? എൻ ഓഫ് എ മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആണ്. ഓക്കെ, സോ എൻ ഓഫ് ഇംഗ്ലീഷ് മൈനസ് എൻ ഓഫ് ഇംഗ്ലീഷ് ഇൻ്റർസെക്ഷൻ മലയാളം. സോ നമുക്ക് എന്താ തന്നിട്ടുള്ളത്? എൻ ഓഫ് ഇംഗ്ലീഷ് തന്നിട്ടുണ്ട്, എൻ ഓഫ് ഇംഗ്ലീഷ് ഇൻ്റർസെക്ഷൻ മലയാളം വേണോ അല്ലേ? വേറെ എന്താ തന്നിട്ടുള്ളത്? ഇൻ എ ഗ്രൂപ്പ് ഓഫ് 100 persons, 1000 അല്ല 100 persons. സോ മൊത്തത്തിൽ എൻ ഓഫ് മലയാളം യൂണിയൻ ഇംഗ്ലീഷ് എന്താണ്? എൻ ഓഫ് മലയാളം യൂണിയൻ ഇംഗ്ലീഷ് മൊത്തത്തിൽ എത്ര പേരുണ്ട്? മൊത്തത്തിൽ 100 പേരുണ്ട് അല്ലേ? മൊത്തത്തിൽ 100 persons എന്ന് പറഞ്ഞാൽ മലയാളം ഇംഗ്ലീഷിൻ്റെയും യൂണിയൻ ആണ്. മുഴുവൻ ആൾക്കാർ യൂണിയൻ, കോമൺ ആയിട്ട് വരുന്നവർ ഇൻ്റർസെക്ഷൻ. എൻ ഓഫ് മലയാളം യൂണിയൻ ഇംഗ്ലീഷ്, എൻ ഓഫ് മലയാളം യൂണിയൻ ഇംഗ്ലീഷ് ആണേ. സോ ഇവിടെ നമ്മൾ ഫോർമുല അപ്ലൈ ചെയ്യാം. എൻ ഓഫ് എ യൂണിയൻ ബി, എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ഫോർമുല അപ്ലൈ ചെയ്താൽ എൻ ഓഫ് മലയാളം പ്ലസ് എൻ ഓഫ് ഇംഗ്ലീഷ് മൈനസ് എൻ ഓഫ് മലയാളം ഇൻ്റർസെക്ഷൻ ഇംഗ്ലീഷ് ഈക്വൽ ടു എന്താണ്? 100. സോ എൻ ഓഫ് മലയാളത്തിന് പകരം 80, എൻ ഓഫ് ഇംഗ്ലീഷിന് പകരം 60 മൈനസ് എൻ ഓഫ് മലയാളം ഇൻ്റർസെക്ഷൻ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് 100. ഓക്കെ, ഇവിടുന്ന് എൻ ഓഫ് മലയാളം ഇൻ്റർസെക്ഷൻ ഇംഗ്ലീഷ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ മൈനസ് എൻ ഓഫ് മലയാളം ഇൻ്റർസെക്ഷൻ ഇംഗ്ലീഷ് ഇപ്പുറം പോയാൽ ബാക്കി 8 6 14, 140 മൈനസ് 100 40 ആണ് വരിക, 40. സോ എൻ ഓഫ് മലയാളം ഇൻ്റർസെക്ഷൻ ഇംഗ്ലീഷ് എന്താണ്? 40 ആണ്, 40. ശ്രദ്ധിച്ചിരിക്കുക. സോ എൻ ഓഫ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് 60 ആണ്. ഇവിടെ ഫോർമുലയിൽ കൊടുത്താൽ എൻ ഓഫ് ഇംഗ്ലീഷ് 60 മൈനസ് എൻ ഓഫ് ഇംഗ്ലീഷ് ഇൻ്റർസെക്ഷൻ മലയാളം 40. 60 മൈനസ് 40 എന്താണ്? 20. സോ ഇംഗ്ലീഷ് ഓൺലി എന്ന് പറയുന്നത് 20 പേരാണ്. ഓപ്ഷൻ സി, ഓപ്ഷൻ സി 20 ആണ് ആൻസർ വരിക. ഓപ്ഷൻ സി 20 ഈസ് ദ സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മൾ സെറ്റിൽ നിന്നും കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം. റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട് ബൈനറി ഓപ്പറേഷനിൽ നിന്നുള്ള ചോദ്യമാണ്. ലെറ്റ് സ്റ്റാർ ബി എ ബൈനറി ഓപ്പറേഷൻ ഡിഫൈൻഡ് ബൈ എ സ്റ്റാർ ബി ഈക്വൽ ടു എ ബൈ ബി പ്ലസ് ബി ബൈ എ പ്ലസ് 1 ബൈ എ ബി. ഓക്കെ, ഫോർ ടു പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് എ ആൻഡ് ബി, എയും ബിയും പോസിറ്റീവ് ആണെന്ന് പറയുന്നുണ്ട്. ദെൻ 2 സ്റ്റാർ 5 ആണ് കണ്ടുപിടിക്കേണ്ടത്. 2 സ്റ്റാർ 5 എന്താണ് വരിക? 2 ബൈ 5 പ്ലസ് 5 ബൈ 2 പ്ലസ് 1 ബൈ 2 ഇൻറ്റു 5. അതായത് എ കാണുന്നിടത്ത് 2ഉം ബി കാണുന്നിടത്ത് 5ഉം കൊടുക്കുക. എ കാണുന്നിടത്ത് 2ഉം ബി കാണുന്നിടത്ത് 5ഉം കൊടുക്കുക. സോ എ ബൈ ബി എന്നുള്ളത് 2 ബൈ 5 ആവും, ബി ബൈ എ എന്നുള്ളത് 5 ബൈ 2 ആവും, പ്ലസ് 1 ബൈ എ ബി എന്നുള്ളത് 2 ഇൻറ്റു 5 ആവും. സോ 2 ബൈ 5 പ്ലസ് 5 ബൈ 2 പ്ലസ് 10. സോ 10 എന്നുള്ളത് ഒരു കോമൺ ഡിനോമിനേറ്റർ ആക്കി മാറ്റിക്കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഈ 5ൻ്റെ അവിടെ 10 കൊണ്ടുവരണമെങ്കിൽ മുകളിലും താഴെയും എന്താണ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇപ്പോൾ 2 ഇൻറ്റു 2 4 വരും. ഈ 5ൻ്റെ അവിടെ 10 കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ മുകളിലും താഴെയും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 5 ഇൻറ്റു 5 25 വരും പ്ലസ് 1. സോ 10 25 4 29 1 30, 30 ബൈ 10 ആൻസർ എന്താണ്? 3 ആണ് ആൻസർ വരിക. സോ ഓപ്ഷൻ ബി, ഓപ്ഷൻ ബി 3 ഈസ് ദ സൊല്യൂഷൻ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിൽ ബൈനറി ഓപ്പറേഷൻസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടത്. ബൈനറി ഓപ്പറേഷൻസിൽ ഐഡൻറ്റിറ്റി എലമെൻ്റ് ഒക്കെ സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഇതേപോലെ ഒരു സ്റ്റാർ ഓപ്പറേഷൻ തന്നിട്ട് കറസ്പോണ്ടിങ് ഒരു ഇവാലുവേഷൻ ചെയ്യാനായിട്ട് പറയാറുണ്ട്. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. സ്ഥിരം സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ട് കിട്ടുന്ന ക്വസ്റ്റ്യൻ ആണ്. എ എന്ന് പറയുന്നത് എന്താണ്? ഡിഫറൻസിങ് ഓപ്പറേഷൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരുന്നതാണ്. എ എന്ന് പറയുന്നത് സെറ്റ് 1 2 3 4 5 ആണ്. ബി എന്ന് പറയുന്നത് സെറ്റ് 2 4 6 ആണ്. നമുക്ക് എ മൈനസ് ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. എ മൈനസ് ബിയുടെ അർത്ഥം എന്താണ്? എയിലുണ്ട് ബിയിലില്ല, അങ്ങനെ വരുന്ന എലമെൻസ് ആണ് എ മൈനസ് ബി എന്ന് പറയുന്നത്. എയിലുണ്ട് ബിയിലില്ല. ഓക്കെ, ഇപ്പോൾ 1 എന്ന് പറയുന്നത് എയിലുണ്ട്, ബിയിൽ കാണുന്നില്ല, അപ്പോൾ എഴുതാം. 2 എയിലും ഉണ്ട് ബിയിലും ഉണ്ട്, എഴുതാൻ പറ്റില്ല. 3 എയിലുണ്ട് ബിയിൽ കാണുന്നില്ല, അപ്പോൾ എഴുതാം. 4 രണ്ടിടത്തും ഉണ്ട്, എഴുതാൻ പറ്റില്ല. 5 എയിലുണ്ട് ബിയിലില്ല, അപ്പോൾ എനിക്ക് 5 എഴുതാം. സോ 1 3 5, 1 3 5. ഓപ്ഷൻ സി, ഓപ്ഷൻ സി 1 3 5 ആണ് ആൻസർ വരിക.
ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. വളരെ നിസ്സാരമായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണല്ലേ. ഓക്കെ, വളരെ നിസ്സാരമായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A is equal to set 2, 3, 4, 5. B is equal to set 36, 45, 49, 60, 77, 90. Let R be a relation is a factor of എന്താണ് is a factor from A to B. എയിൽ നിന്ന് ബിയിലേക്കുള്ളൊരു ഫാക്ടർ. ഇപ്പോൾ 2 എന്ന് പറയുന്നത് ആരുടെയൊക്കെ ഫാക്ടറാണ്? 2 എന്ന് പറയുന്നത് 36ൻ്റെ ഫാക്ടറാണ്, 60യുടെ ഫാക്ടറാണ്, 90യുടെ ഫാക്ടറാണ്. ശരിയാണല്ലോ. അപ്പോൾ അതേപോലെ എയിലുള്ള എ സെറ്റിലുള്ളവർ ബി സെറ്റിലുള്ളവരുടെ ഫാക്ടേഴ്സ് ആയിട്ട് വരുന്ന ഒരു റിലേഷൻ എഴുതുക അല്ലേ. ഒരു റിലേഷൻ എഴുതുക. ആ റിലേഷനകത്ത് റേഞ്ച് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. റേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? ഒരു റിലേഷൻ കിട്ടിക്കഴിഞ്ഞാൽ റേഞ്ച് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് വൈ കോർഡിനേറ്റ്സ് ആണ് അല്ലേ. വൈ കോർഡിനേറ്റ്സ് ആണ് റേഞ്ച് എന്ന് പറയുന്നത്. ആ വൈ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് എവിടെ നിന്നായിരിക്കും? ബി സെറ്റിൽ നിന്നായിരിക്കും അല്ലേ. വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് ഈ ബി സെറ്റിൽ നിന്നായിരിക്കും. അപ്പോൾ വളരെ നിഷ്പ്രയാസമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ ബി സെറ്റ് നോക്കിയിട്ട് എ സെറ്റിൽ ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നവരെ മാത്രം എഴുതിയാൽ മതി. സോ റേഞ്ച് ഒറ്റ സ്റ്റെപ്പിൽ എഴുതാം. റേഞ്ച് ഇസ് ഈക്വൽ ടു, റിലേഷൻ എഴുതണമെന്ന് നിർബന്ധമില്ല, റേഞ്ച് വൈ കോർഡിനേറ്റ്സ് മാത്രം, അത് ബി സെറ്റിലുള്ള ആൾക്കാരാണ് ആൻസർ വരിക. സോ 36 എഴുതാൻ പറ്റും. 36 2ൻ്റെയും ഒക്കെ ഫാക്ടറാണ്, 2ൻ്റെയും 4ൻ്റെ ഒക്കെ ഫാക്ടറാണ്. 36 എഴുതാം. 45 എഴുതാൻ പറ്റും, കാരണം 45 5ൻ്റെ ഫാക്ടറാണ്. സോ 45 എഴുതാം. 49 പറ്റുമോ? ഇല്ല, 49നെ ഈ എ സെറ്റിലുള്ള ആരെ കൊണ്ടും നമുക്ക് ഹരിക്കാൻ പറ്റില്ല. ഓക്കെ, 60 എഴുതാം, പ്രശ്നമില്ല. 60നെ എനിക്ക് 2 കൊണ്ടും 3 കൊണ്ടും 5 കൊണ്ടും ഒക്കെ പറ്റും. 77നെ പറ്റില്ല, ഈ എ സെറ്റിലുള്ള ആരെ കൊണ്ട് നമുക്ക് 77നെ ഹരിക്കാൻ പറ്റില്ല. ഓക്കെ, 90 എഴുതാം. 90നെ എനിക്ക് 2 കൊണ്ടും 3 കൊണ്ടും 5 കൊണ്ടും ഒക്കെ പറ്റും. സോ ദിസ് ഈസ് അവർ റേഞ്ച്. റേഞ്ച് എന്താണ്? 36, 45, 60, 90. 36, 45, 60, 90. ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. ഓപ്ഷൻ ബി 36, 45, 60, 90. ഓക്കെ, ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കോംപ്ലക്സ് നമ്പേഴ്സിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ റിയൽ പാർട്ട് ഓഫ് ദ കോംപ്ലക്സ് നമ്പർ e⁻³ + 4i. ഓക്കെ, നമ്മൾ a⁻m + n-നെ എങ്ങനെ എഴുതാം? a⁻m × a⁻n എന്ന് എഴുതാം. ശരിയല്ലേ? അപ്പോൾ അതനുസരിച്ച് ഇതിനെ എങ്ങനെ എഴുതാം? e³ × e⁻⁴i എന്ന് എഴുതാം. ഓയിലേഴ്സ് ഇക്വേഷൻ എന്താണ്? ഓയിലേഴ്സ് ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? e⁻iθ = cos θ + i sin θ. ഇതാണ് എന്തെന്ന് പറയുന്നത്? ഓയിലേഴ്സ് ഇക്വേഷൻ എന്ന് പറയുന്നത്. e⁻iθ = എന്താണ്? cos θ + i sin θ. സോ അതനുസരിച്ച് e³ × e⁻⁴i എന്നുള്ളത് എന്ത് വരും? e⁻⁴i എന്നുള്ളത് എന്ത് വരും? ശ്രദ്ധിച്ചിരിക്കുക. എടാ, ഇവിടെ പുറത്തൊരു എക്സ് ഉണ്ട് കേട്ടോ, ആളെ വിട്ടു പോരുതേ. ഞാൻ ആളെ എഴുതിയില്ലായിരുന്നു. ഇവിടെ പുറത്തൊരു എക്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇവിടെ ഒരു എക്സ് ഉണ്ടായിരുന്നു. ആ എക്സിനെയും കൂടെ എഴുതിക്കോണേ, ix. ഓക്കെ, സോ ഇവിടെ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ഐയുടെ കോയിഫിഷ്യൻ്റ് ആണ് തീറ്റ എന്ന് പറയുന്നത്. ഇവിടെ ഐയുടെ കോയിഫിഷ്യൻ്റ് ആരാണ് വരിക? 4x ആണ് വരിക അല്ലേ. 4ഉം xും കൂടെ ചേരുന്നതാണ് ഐയുടെ കോയിഫിഷ്യൻ്റ്. അപ്പോൾ എന്താണ്? cos 4x + i sin 4x. cos 4x + i sin എന്താണ്? 4x. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇവിടെ പുറത്തൊരു എക്സ് ഉണ്ടായിരുന്നേ, e⁻³ + 4i × ഒരു എക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ സ്പ്ലിറ്റ് ആക്കുമ്പോൾ e⁻3x × e⁻4ix ആണ് വരിക. സോ e⁻iθ cos θ + i sin θ ആണ്. സോ e⁻3x × cos 4x + i sin 4x. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ e⁻3x × cos 4x + i × e⁻3x × sin 4x. നമ്മളോട് എന്താ ചോദിച്ചേക്കുന്നത്? റിയൽ പാർട്ടാണ് ചോദിച്ചേക്കുന്നത്. റിയൽ പാർട്ട് ആരാണ്? e⁻3x × cos 4x. സോ ഓപ്ഷൻ സി അല്ലേ. ഓപ്ഷൻ സി e⁻3x × cos 4x ആണ് ആൻസർ വരിക. ഓപ്ഷൻ സി e⁻3x × cos 4x ആണ് ആൻസർ വരിക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് z is equal to x - iy,
z raised to 1/3 equal to p plus iq. z raised to 1/3 equal to p plus iq. എനിക്ക് ഇവിടുന്ന് z കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ z കണ്ടുപിടിക്കണമെങ്കിൽ രണ്ട് സൈഡിലും എന്തെടുത്താൽ മതി? ക്യൂബ് എടുത്താൽ മതി. ടേക്കിംഗ് ക്യൂബ് ഓൺ ബോത്ത് സൈഡ്സ്. അപ്പോൾ z ഈക്വൽ ടു പി പ്ലസ് ഐ ക്യൂവിൻ്റെ ക്യൂബ്. എ പ്ലസ് ബി ക്യൂബ് എന്താണ്? എ പ്ലസ് ബി ഹോൾ ക്യൂബ് എന്താണ്? എ ക്യൂബ് പ്ലസ് 3a² ബി പ്ലസ് 3ab² പ്ലസ് ബി ക്യൂബാണ്. അപ്പോൾ അതനുസരിച്ച് പി ക്യൂബ് പ്ലസ് 3p² ഐ ക്യൂ പ്ലസ് 3p ഐ ക്യൂവിൻ്റെ സ്ക്വയർ പ്ലസ് ഐ ക്യൂവിൻ്റെ ക്യൂബ്. ഓക്കെ, സോ z ഇസ് ഈക്വൽ ടു, ഇവിടെ 3 കട്ടാവും കേട്ടോ. പി ക്യൂബ് ശ്രദ്ധിക്കുക, z ഇസ് ഈക്വൽ ടു പി ക്യൂബ് പ്ലസ് 3p² ക്യൂ ഐ. ഇവിടെ ഐ സ്ക്വയർ വരും. ഐ സ്ക്വയർ എന്താണെന്നറിയാം? -1 ആണെന്നറിയാം. അപ്പോൾ ഇവിടെ ഒരു മൈനസ് വരും, 3 വരും, പി വരും, ക്യൂ സ്ക്വയർ വരും. ദെൻ ഐ ക്യൂബ് എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്? -i ആണെന്ന് പഠിച്ചിട്ടുണ്ട്. സോ -i ക്യൂ ക്യൂബ്. ക്ലിയർ? ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഐ ഉള്ളവരെ ഒരുമിച്ചാക്കുക, ഐ ഇല്ലാത്തവരെ ഒരുമിച്ചാക്കുക. അതുകൊണ്ട് ഇവിടെ ഐ ഇല്ല, ഇവിടെയും ഐ ഇല്ല. അപ്പോൾ അവന്മാരെ രണ്ടുപേരെ ഒരുമിച്ചാക്കുക. z ഈക്വൽ ടു പി ക്യൂബ് മൈനസ് 3p ക്യൂ സ്ക്വയർ. ഓക്കെ, ഇനി ഐ ഉള്ളവരെ ഒരുമിച്ചാക്കുക. പ്ലസ് 3p² ക്യൂ മൈനസ് ക്യൂ ഐ ഉണ്ട്, ഐ ക്യൂ ക്യൂബ്. ഓക്കെ, ഇനി ഈ രണ്ട് ടേംസിൽ നിന്നും ആരെ പുറത്തെടുക്കാം? ഐയെ പുറത്തെടുക്കാം. ശരിയല്ലേ? ആ രണ്ട് ടേംസിൽ നിന്നും ഐയെ പുറത്തെടുത്താൽ എന്താണ് വരിക? z ഇസ് ഈക്വൽ ടു പി ക്യൂബ് മൈനസ് 3p ക്യൂ സ്ക്വയർ, പി ക്യൂബ് മൈനസ് 3p ക്യൂ സ്ക്വയർ. ശരിയാണല്ലോ? പി ക്യൂബ് മൈനസ് 3p ക്യൂ സ്ക്വയർ പ്ലസ് ഐ പുറത്തെടുത്താൽ എന്താണ് വരിക? 3p² ക്യൂ മൈനസ് ക്യൂ ക്യൂബ്. 3p² ക്യൂ മൈനസ് എന്താണ്? ക്യൂ ക്യൂബ്. ഓക്കെ, z നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. z എന്ന് പറയുന്നത് എന്താണ്? x മൈനസ് ഐ വൈ ആണ്. അപ്പോൾ ഇസഡിൻ്റെ പ്ലേസിൽ ഞാൻ ആരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു? x മൈനസ് ഐ വൈനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഈക്വൽ ടു പി ക്യൂബ് മൈനസ് 3p ക്യൂ സ്ക്വയർ പ്ലസ് ഐ ഇൻറ്റു 3p² ക്യൂ മൈനസ് ക്യൂ ക്യൂബ്. Okay, equating real and imaginary parts, equality of two complex numbers. If two complex numbers are said to be equal, then their real parts and imaginary parts must be equal. അപ്പോൾ ഇവിടുത്തെ റിയൽ പാർട്ട് x ആണ്, ഇവിടുത്തെ റിയൽ പാർട്ട് എന്താണ്? പി ക്യൂബ് മൈനസ് 3p ക്യൂ സ്ക്വയർ ആണ്. ഇക്വേറ്റ് ചെയ്താൽ x ഈക്വൽ ടു പി ക്യൂബ് മൈനസ് 3p ക്യൂ സ്ക്വയർ. ആൻഡ് വി ഷുഡ് ഹാവ് ടു ഇക്വേറ്റ് ഇമാജിനറി പാർട്സ്. ഇവിടുത്തെ ഇമാജിനറി പാർട്ട് -y ആണ്. ഓക്കെ, സോ -y ഈക്വൽ ടു എന്താണ് വരിക? 3p² ക്യൂ. ഇവിടെ ഐയുടെ കോയിഫിഷ്യൻ്റ് ആണ് ഇമാജിനറി പാർട്ട്. 3p² ക്യൂ മൈനസ് ക്യൂ ക്യൂബ്. 3p² ക്യൂ മൈനസ് ക്യൂ ക്യൂബ്. അപ്പോൾ ഈ മൈനസ് ഒരു പ്രശ്നമല്ലേ? നമുക്ക് മൈനസിന് ഇഷ്ടമല്ലല്ലോ. അത് കളയണമെങ്കിൽ മൊത്തത്തിലൊരു മൈനസ് കൊണ്ട് ഗുണിച്ചാൽ y ഈക്വൽ ടു ക്യൂ ക്യൂബ് മൈനസ് 3p² ക്യൂ എന്ന് വരും. എക്സിൻ്റെ വാല്യൂ നമ്മുടെ കയ്യിൽ കിട്ടി, എക്സിൻ്റെ വാല്യൂ നമ്മുടെ കയ്യിൽ കിട്ടി, വൈൻ്റെ വാല്യൂ നമ്മുടെ കയ്യിൽ കിട്ടി. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ജോലി എന്താണ്? അവർ നമ്മളോട് ഇവാലുവേറ്റ് ചെയ്യാൻ പറയുന്ന 1/p² പ്ലസ് ക്യൂ സ്ക്വയർ ഇൻറ്റു x/p പ്ലസ് y/q കണ്ടുപിടിക്കണം. ഓക്കെ, 1/p² പ്ലസ് ക്യൂ സ്ക്വയർ ഇൻറ്റു എന്താണ്? x/p എന്നാണ്. ആ എക്സിന് പകരം ഞാൻ ആരെ കൊടുക്കുന്നു? p² മൈനസ് 3p ക്യൂ സ്ക്വയറിനെ കൊടുക്കുന്നു. ബൈ p പ്ലസ് y/q എന്നാണ്. y/q, വൈക്ക് പകരം ഞാൻ ആരെ കൊടുക്കുന്നു? ക്യൂ ക്യൂബ് മൈനസ് 3p² ക്യൂവിനെ കൊടുക്കുന്നു. ഡിവൈഡഡ് ബൈ ആരാണ്? ക്യൂ. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യുക? സ്പ്ലിറ്റ് ചെയ്യുക. 1/p² പ്ലസ് ക്യൂ സ്ക്വയർ ഇൻറ്റു സ്പ്ലിറ്റ് ആക്കുമ്പോൾ എന്താണ് വരിക? p രണ്ട് ടേംസിലേക്ക് പോവും. p²/p എന്ന് വരും. ശരിയല്ലേ? ശ്രദ്ധിക്കുക, പി ക്യൂബ് ആണേ, പി ക്യൂബ്. യെസ്, p³ p എന്ന് വരും. അതായത് p². ഓക്കെ ആണല്ലോ? എക്സ് എന്ന് പറയുന്നത് p³ മൈനസ് 3p ക്യൂ സ്ക്വയർ. യെസ്, സ്പ്ലിറ്റ് ആക്കുമ്പോൾ p³ p p² മൈനസ്
3pq²/p. p കട്ടായാൽ എന്ത് കിട്ടും? 3q² കിട്ടും. 3q² പ്ലസ് അടുത്തത് q³ എന്താണ് വരിക? q². അടുത്തത് -3p²q/q. q കട്ടായാൽ -3p². സെറ്റ് അല്ലേ? സോ 1/p² പ്ലസ് q² ഇൻറ്റു s. p² നിന്ന് 3p² പോയാൽ -2p². ഓക്കെ. q² നിന്ന് 3q² പോയാൽ -2q². സോ രണ്ട് ടേംസിൽ നിന്നും ആരെ പുറത്തെടുക്കാം? -2നെ പുറത്തെടുക്കാം. -2 പുറത്ത് വന്നാൽ ബാക്കി p² പ്ലസ് q² ഡിവൈഡഡ് ബൈ ആര് നിപ്പുണ്ട്? ഒരു p² പ്ലസ് q² നിപ്പുണ്ട്. p² പ്ലസ് q²ഉം p² പ്ലസ് q² ക്യാൻസൽ. ആൻസർ ഈസ് എന്താണ്? -2. സോ -2 ഈസ് ദ റിക്വയർഡ് സൊല്യൂഷൻ. ഓക്കെ. ഏതാണ് ശരി ഉത്തരം? -2. ഓപ്ഷൻ എ -2 ആണ് ആൻസർ വരിക. ഓപ്ഷൻ എ -2 ആണ് ആൻസർ വരിക. ഓക്കെ. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഫോർ യുവർ കീം എക്സാം ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അണ്ടിൽ ദെൻ സീ.